آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم صل وسلم وبارك عليه. ഓക്കെ, നസർക്ക തുടങ്ങാല്ലേ? 28ാമത്തെ ഹദീസ്, വുജൂബു ലുസൂമി സുന്നത്തി, സുന്നത്തിനെ നിത്യം പ്രവർത്തിക്കൽ, സുന്നത്ത് പ്രവർത്തിക്കൽ നിർബന്ധമാണ്. സുന്നത്ത് പ്രവർത്തിക്കൽ നിർബന്ധമാണ് പറഞ്ഞാൽ സുന്നത്താണ് നമ്മൾ ചെയ്യേണ്ടത്. വജിത്തിനാബിൽ ബിദഇ, പുത്തൻ വാദങ്ങൾ, പുതിയ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതുമായി ബന്ധപ്പെട്ടാണ് സുന്നത്തിനെ നമ്മൾ പിൻപറ്റണം, ബിദ്അത്തിനെ നമ്മൾ ഒഴിവാക്കണം. അതുമായി ബന്ധപ്പെട്ട ഭാഗം. അൻ അബി നജീഹിൻ അൽ ഇർബാദ് ഇബ്നു സാരിയത്ത റളിയല്ലാഹു അൻഹു ഖാല, മഹാനവറുകൾ പറയാണ്, വഅളന, ഞങ്ങളോട് വഅള് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് വഅള് പറഞ്ഞു. മൗഇലത്തൻ, ഒരു വഅള്, ഒരു ഉപദേശം നടത്തി. നബി തങ്ങളൊരു ഉപദേശം നടത്തി. വഅള് പറഞ്ഞു എന്ന ഉപദേശം നടത്തി. വജിലത്ത് മിൻഹ, ആ വഅള് കേട്ട് പേടിച്ചു. അൽ ഖുലൂബ്, ഹൃദയങ്ങൾ. ഞങ്ങൾക്കൊക്കെ വളരെ ഭയം, പേടി ഉണ്ടാകുന്ന ഒരു വഅളാണ് നബി തങ്ങൾ പറഞ്ഞത്. ഹൃദയങ്ങളൊക്കെ പേടിച്ചു. വദറഫത്ത്, ഒഴുകിപ്പോയി, ഒഴുകി. മിൻഹ, ആ വഅള് കേട്ട് ഒഴുകിയൽ ഉയൂന്, കണ്ണുകൾ, അതായത് കണ്ണുനീരൊഴുകി. കണ്ണുകൾ ഒഴുകൂല, കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അപ്പൊ കണ്ണുകൾ കണ്ണുനീർ പൊഴിച്ചു. ഭയങ്കര ഒരു ഉപദേശമാണ് നബി തങ്ങൾ നടത്തിയത്. ആരാ പറഞ്ഞല്ലേ? ഹഫീസേ, റാത്തല്ലേ? പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? ഉഷാറില്ല പരീക്ഷയൊക്കെ? പ്ലസ് വാങ്ങണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ കേട്ടാ. എന്താ പറയാത്തെ? അപ്പൊ നോക്ക്, ഗ്രൂപ്പിലൊരു അങ്ങനെ ഒരു പാർട്ടി വേണമെന്ന്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ, അത് ഹഫീസ് തരും. അതിന് ഒരു അടുത്ത മാർച്ച് ആവണല്ലേ, അടുത്ത മെയ് മാസം ആവണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിയാക്കാം, സംഘടിപ്പിക്കാം. അപ്പോ പിന്നെ അതൊക്കെ ഒന്നും വേണ്ട, കുറച്ച് മതി. അപ്പൊ നോക്ക്, ഖാല, ആദ്യം ഒന്നുകൂടി പറയട്ടോ. വഅളന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ ഉപദേശിച്ചു. മൗഇലത്തൻ, ഒരു ഉപദേശം. എങ്ങനെയുള്ള ഉപദേശം? വജിലത്ത്, പേടിച്ചു. മിൻഹ, ആ ഉപദേശം കേട്ട്. അൽ ഖുലൂബ്, ഹൃദയങ്ങൾ. ഹൃദയങ്ങൾക്ക് എന്തുണ്ടായി? പേടിയുണ്ടായി. അപ്പൊ അത്രയും ഗൗരവമായ ഒരു ഉപദേശം. വദറഫത്ത്, കണ്ണുനീർ പൊഴിച്ചു. മിൻഹ, ആ ഉപദേശം കേട്ടുകൊണ്ട്. അൽ ഉയൂനു, കണ്ണുകൾ. കണ്ണുകൾ കണ്ണുനീർ പൊഴിച്ചു. ഫഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, കഅന്നഹ, ഇപ്പോൾ അങ്ങ് നടത്തുന്ന ഉപദേശം
മൗഇളത്തു മുവദ്ദിഇൻ, യാത്ര പറയുന്ന വിടവാങ്ങുന്ന ഒരാളുടെ ഉപദേശം പോലെയുണ്ടല്ലോ. അങ്ങ് വിട പറയുകയാണോ? ഫൗസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് വസിയത്ത് നൽകുക, കുറച്ച് ഉപദേശം നൽകുക എന്ന് പറഞ്ഞു. ഞങ്ങളോട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നസർക്ക, പ്ലീസ്, ബഷീർക്ക, ക്ലിയർ അല്ലേ? അപ്പം ഭയങ്കര ഒരു വഴവ് നടത്തുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തോന്നി ഒരു യാത്ര ചോദിക്കുന്ന, ഒരു വിടവാങ്ങുന്ന ഒരാളുടെ സംസാരം പോലെ തോന്നി. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് അല്പം ഉപദേശം നൽകൂ എന്ന് പറഞ്ഞു. കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഊസീക്കും, ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു, ബിത്തഖ്വല്ലാഹി, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം. അസ്സ വജല്ല, അള്ളാഹു അസ്സ വജല്ലയായ അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്ത് പേടിച്ച് ജീവിക്കണം എന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു. തഖ്വ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അറിയാലോ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം കേൾക്കുക, വേണ്ട എന്താ പറയുക, ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ വസ്സംഇ, നിങ്ങൾ അനുസരണ കാണിക്കണം. കേൾക്കുക. വത്വാഅത്തി, നിങ്ങൾ വഴിപ്പെടണം. നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. അതായത് നിങ്ങളുടെ ഭരണാധികാരി നിങ്ങളോട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. വഇൻ തഅമ്മറ അലൈക്കും, നിങ്ങൾക്ക് രാജാവായി വന്നാലും അമീറായി വന്നാലും ശരി, അബ്ദുൻ, ഒരു അടിമയാണ്, ഒരടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി അമീറായി വരുന്നത്. എന്നാലും അദ്ദേഹം പറയുന്നത് കേൾക്കുകയും അദ്ദേഹത്തിന് വഴിപ്പെടുകയും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അദ്ദേഹം ഒരു അടിമയല്ലേ, അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനല്ലേ, അത് ഞങ്ങൾക്ക് പറ്റൂല എന്നൊന്നും പറയും. അതിന് ഞങ്ങൾ പറയാം, വൈന്നഹു, തീർച്ചയായും, മൻ, ഒരാൾ, യഇഷ്, അവൻ ജീവിക്കുന്നു, മിൻകും, നിങ്ങളിൽ നിന്ന്. അപ്പോൾ നിങ്ങളിൽ നിന്നും ജീവിതം തുടരുന്ന ലഭിക്കുന്ന, ആയുസ് കുറച്ച് കൂടുതൽ ലഭിക്കുന്ന ആളുകൾ, ഫസയറ, അവൻ കാണാം, ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഫഅലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാണ്, ബിസുന്നത്തി, എൻ്റെ സുന്നത്ത് അനുധാവനം ചെയ്യൽ നിർബന്ധമാണ്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും, അൽ മഹ്ദിയീൻ, സന്മാർഗം ലഭിച്ച, ഹിദായത്ത് ലഭിച്ച സച്ചരിതരായ ഖലീഫമാരുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളൂ, നിങ്ങൾ കടിച്ചു പിടിക്കണം, അലൈഹ, എൻ്റെയും എൻ്റെ ഖലീഫമാരുടെയും സുന്നത്തുകളെ, ബിന്നവാജിദി, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. അപ്പോൾ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ, കുറേ പുത്തനാശയങ്ങൾ പിൽക്കാലത്ത് കാണാം. അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന ചര്യകൾ, അവിടുന്ന് പഠിപ്പിച്ച ഖലീഫമാർ, ഖുലഫാഉർ റാഷിദുകൾ ചെയ്ത കാര്യങ്ങൾ, അത് നമ്മൾ മുറുകെ പിടിക്കണം. വയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം. മുഹ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങൾ പുതുതായി ഉണ്ടാകുന്നതിനെയും സൂക്ഷിക്കണം. ഒരു അടിസ്ഥാനവുമില്ലാതെ, മതത്തിലൊരടിസ്ഥാനവുമില്ലാതെ, സ്വഹാബത്തിൻ്റെ ജീവിതത്തിലോ നബിതങ്ങളുടെ ജീവിതത്തിലോ ഖുർആനിൽ നിന്നോ അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ലാത്ത പുത്തൻ കാര്യങ്ങൾ കൊണ്ടുവരുന്ന പുത്തനാശയങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ, അങ്ങനെ പുത്തനാശയങ്ങൾ, ഒരടിസ്ഥാനവുമില്ലാത്ത പുത്തനാശയങ്ങൾ, ദലാലത്തുന്നത് പിഴച്ചതാണ്. ഒരടിസ്ഥാനവുമില്ലാത്ത സുന്നത്ത്, സുന്നത്ത് അല്ല, ബിദ്അത്തുകൾ, അത് പിഴച്ചതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
എവിടെ? ക്ലിയർ അല്ലേ? എന്തായാലും പറയാത്ത ആ നാസർക്ക ഹഫീസേ, നബിതങ്ങളുടെ കാലത്തില്ലാത്ത കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. നബിതങ്ങളുടെ ചര്യക്ക് വിപരീതമായ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചര്യക്ക് വിപരീതമായ പുത്തൻ കാര്യങ്ങൾ ഒഴിവാക്കണം. അവരുടെ ചര്യക്ക് അനുഗുണമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് പിഴക്കുന്നതല്ല. ഒരു ഉദാഹരണം പറയാം. നബിതങ്ങൾ അന്ന് മതപരമായ വിദ്യാഭ്യാസം, എന്താ ബഷീർക്ക് എന്താ പറയണേ, മതപരമായ അധ്യാപനം നടത്തിയിരുന്നു. അതിന് നമ്മൾ ഇന്ന് കാലത്തുള്ളതുപോലെ ബിൽഡിങ്ങുകളോ മദ്രസ സൗകര്യങ്ങളോ സിലബസുകളോ കിതാബുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഇന്ന് കാലത്ത് സൗകര്യപ്പെടുത്തി നമ്മൾ നബിതങ്ങളുടെ കാലത്തില്ലാത്ത ആ കാര്യം ചെയ്യുമ്പോഴും അതിന് അടിസ്ഥാനപരമായി നമുക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാവരിലേക്കും നിങ്ങൾ അറിവ് എത്തിക്കുക എന്ന നബിതങ്ങളുടെ ഒരു ചര്യ, ഒരു മാതൃക നമ്മൾ പിൻപറ്റലാണ്. അതുപോലെ ഖുർആൻ ഒരു മുസ്ഹഫിലായി ക്രോഡീകരണം നബിതങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ജംഉ തുടങ്ങിയത്, ജംഉൽ ഖുർആൻ. അപ്പോ നബിതങ്ങൾ ചെയ്യാത്ത, നബിതങ്ങൾ പഠിപ്പിക്കാത്ത, നബിതങ്ങളുടെ ചര്യയിൽ നിന്നും മനസ്സിലാവാത്ത കാര്യങ്ങൾ, പുത്തൻ ആശയങ്ങൾ, പുത്തൻ വാദങ്ങൾ, വിശ്വാസപരമായി നബിതങ്ങൾ പറയാത്ത കാര്യങ്ങൾ, പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അത്തരം ആശയങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പണ്ട് അങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ടായിരുന്നു. ഹുഫ് തടവാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞല്ലോ, ഹുഫ് തടവാൻ പറ്റും, ധരിച്ചവർക്ക് യാത്രക്കാർക്ക് തടവാം, അങ്ങനെയൊക്കെ പറഞ്ഞില്ല. അപ്പോ അതിനെതിരെ അത് പറ്റൂല എന്ന് ഒരു വിഭാഗം ആളുകൾ രംഗപ്രവേശിച്ചു. അത് ഉത്തരാശയാണ്. നബി തങ്ങൾ കാണിച്ചു എന്നാണ് ചെയ്യണം എന്നുള്ളത്, ചെയ്യാം. അപ്പൊ അന്ന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അന്നത്തെ ആലിമീങ്ങൾ, സഹാബത്ത്, പ്രഗത്ഭരായ ആളുകൾ പറഞ്ഞത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ചര്യ മുറുകെ പിടിക്കലാണ്, ഖുലഫാകളുടെ ചര്യ മുറുകെ പിടിക്കലാണ്, ഖുഫ തടവണം എന്ന് വിശ്വസിക്കലാണ്. അത് പറ്റും, ഖുഫ തടവൽ അനുവദനീയമാണ് എന്ന് അംഗീകരിച്ച് പോവലാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുഫ് മറ്റേത് നമ്മള് ഇല്ലേ, ഷൂ പോലത്തെ സാധനം, ഷൂ അതെ, യെസ്, അതെ അതെ അതെ. ഉളൂ ഉണ്ടായിരിക്കെ അതിന് നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഖുഫ് ധരിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത ഉളൂവിന്റെ സമയത്ത് അത് അഴിക്കണമെന്നില്ല. വലിയ ശുദ്ധി ഉണ്ടാകുമ്പോൾ അഴിക്കണം, അങ്ങനെ ഉണ്ട്. അപ്പം അതിനെ അങ്ങനെ കുറേ ആളുകൾ, ഇത്രത്തോളം എന്ന് വെച്ചാൽ 4 മദ്ഹബിന്റെ ഇമാമുമാർക്കും ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാമ്, ഷാഫി ഇമാമ്, അഹമ്മദ് ഇമാം, ഇവരൊക്കെ ഭരണാധികാരികളുടെ പുത്തൻ ആശയത്തിനെ എതിർക്കാൻ അതിൻ്റെ പേരിൽ ജയിലിൽ വരെ പോവേണ്ടി വന്നിട്ടുണ്ട്. ഖുർആൻ സൃഷ്ടിയാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് ഖദീമാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. പുത്തനാശയം വന്നു, ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയണം. ഒരു രാജാവ് അതിനെ സപ്പോർട്ട് ചെയ്തു.
അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ അംഗീകരിച്ചില്ല. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കടന്നു, ജയിലിലടച്ചു. അങ്ങനെ കുറേ പുത്തൻ വാദങ്ങൾ. അപ്പൊ ഇപ്പോ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കേണ്ടത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈക്കോനോഫിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചിട്ടുണ്ടോ? നബി തങ്ങളുടെ പ്രോത്സാഹനമുണ്ടോ? സ്വഹാബത്ത് അതിനെ അംഗീകരിച്ചിട്ടുണ്ടോ? അവരുടെ പ്രോത്സാഹനമുണ്ടോ? അവരുടെ ചര്യയിൽ അങ്ങനെയുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ലാതെ ചില ആളുകൾ പറയുന്നത് പോലെ ഇങ്ങനെ ചെയ്യാം, അത് നബി ചെയ്തിട്ടില്ല, ഖലീഫമാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു സ്വഭാവം പാടില്ല. അതിനെക്കുറിച്ച് വ്യക്തമായി പണ്ഡിതന്മാർ എന്തു പറയുന്നു എന്ന് മനസ്സിലാക്കി, തെളിവും രേഖയും ഒക്കെ മനസ്സിലാക്കി, സുന്നത്തായ കാര്യങ്ങളോട് ഒത്തു നിൽക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ബിദ്അത്ത് രണ്ട് വിധമുണ്ട്. ബിദ്അത്തുൻ ഹസനത്തുൻ, ബിദ്അത്തുൻ സയ്യിഅത്തുൻ. ബിദ്അത്ത് സയ്യിഅത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മോശം ബിദ്അത്തിനെ കുറിച്ചാണ് എല്ലാം പഴച്ചതാണെന്ന് പറഞ്ഞു. ഹസനത്തായ ബിദ്അത്ത് നല്ലതാണ്, അത് പ്രോത്സാഹിപ്പിച്ചതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റവാഹു അബൂ ദാവൂദ് വത്തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. നാസർ ഖാന്റെ മൈക്കൊന്ന് ഓഫ് ചെയ്യേ. നാസർ ഖാൻ, ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഇതിലൊരുപാട് പാഠങ്ങളുണ്ട് നമുക്ക്. ഒന്ന്, ജനങ്ങൾക്ക് ഉപദേശം നൽകണം. ഇടക്കിടക്ക് ഉപദേശം നൽകണമെന്ന് ഈ ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹൃദയങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകും. ഇടക്കിടക്ക് നമുക്ക് ഇങ്ങനെ ഓരോ മോട്ടിവേഷനുകൾ കിട്ടുമ്പോൾ അതിന് ചാർജാവും നമ്മൾ. കുറച്ചു കാലം അതിങ്ങനെ തീരെ മോട്ടിവേഷനും ഉപദേശവും ഒന്നും കിട്ടാതെ വാങ്ങാതിരിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ സ്വഹാബത്തിന് അതിയായ താല്പര്യമുണ്ട് നബിതങ്ങളിൽ നിന്നും വസിയത്ത് ചോദിച്ചല്ലോ. അപ്പോൾ അത് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വസിയത്ത് അള്ളാഹുവിന് തഖ്വ ചെയ്യലാണ് എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. നബിതങ്ങൾ ശേഷം സംഭവിക്കുന്ന കുറേ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് നേരത്തെ അറിയിച്ചു. നുബുവത്തിൻ്റെ ആ ഒരു പവറുമുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബിതങ്ങളുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അത് ഈ ഹദീസിൽ നിന്ന് പഠിപ്പിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഇവരാണ് സച്ചരിതരായ ഖലീഫമാർ. അതുപോലെ ശർഇൽ, ഇസ്ലാം മതത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്ത പുത്തൻ കാര്യങ്ങളെ നിങ്ങൾ പേടിക്കണം. അടിസ്ഥാനപരമായി ഇസ്ലാമിലെ അടിസ്ഥാന തത്വങ്ങളോട് യോജിച്ചുകൊണ്ട് എടുക്കപ്പെടുന്ന പുത്തൻ കാര്യങ്ങൾ അതെന്തല്ല, അത് തള്ളേണ്ടതല്ല, അത് പഴച്ചതല്ല, അത് പുത്തൻ മോശമായ വിധേയത്വമല്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബഷീർക്കൊന്നും പറയാത്ത ബഷീർക്ക, ഹഫീസ, ഓക്കെ അല്ലേ? ഇനി നോക്ക്, സ്വർഗത്തിലേക്കുള്ള വഴി, സബീലുൽ ജന്ന. عن معاذ بن جبل رضي الله عنه قال
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഖ്ബിർനി, അങ്ങെനിക്ക് പറഞ്ഞു തരണം, ബി അമലിൻ, ഒരു പ്രവർത്തനം, യുദ്ഖിലുനിൽ ജന്നത, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം പറഞ്ഞു തരണം, വയുബാഇദുനി അനിന്നാരി, നരകത്തെ തൊട്ട് ദൂരത്താക്കുന്ന ഒരു പ്രവർത്തനം പറഞ്ഞു തരണം. ഒരു അമല് പറയണം നബിയെ, അത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗപ്രവേശനം ലഭിക്കുകയും നരകത്തിനെ തൊട്ട് അകലുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പറഞ്ഞു തരണം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഖദ് സഅൽത, നീ തീർച്ചയായും ചോദിച്ചിരിക്കുന്നു, അൻ അലീമിൻ, ഒരു വലിയ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. വഇന്നഹു, തീർച്ചയായും അത് ലയസീറുൻ, അത് എളുപ്പമാണ്, അലാ മൻ യസ്സറഹുല്ലാഹു തആല അലൈഹി, അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവർക്കാണ് എളുപ്പം. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്ന ആളുകൾക്കേ ഈ പറഞ്ഞ കാര്യം എളുപ്പമുള്ളൂ. ഇത് വളരെ ഗുരുതരമായ, ഗൗരവപരമായ, പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണത് വലിയൊരു കാര്യമാണെന്ന് പറയാനത്? തഅബുദുല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കണം, ലാ തുശ്രികു ബിഹി ശൈആ, ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കാതെ ഏകനായി അള്ളാഹുവിനെ നീ ആരാധിക്കണം. വതുഖീമുസ്സലാത്ത, നിസ്കാരത്തെ നീ നിലനിർത്തണം. വതുഉത്തിസ് സകാത്ത, സകാത്തിനെ നീ നിർവഹിക്കണം. വതസൂമു റമളാന, റമളാൻ മാസം നീ നോമ്പ് നോക്കണം. വതഹുജ്ജൽ ബൈത, കഅബയെ നീ ലക്ഷ്യം വെച്ച് ഹജ്ജ് ചെയ്യണം. ഇസ്ലാം കാര്യം. ഇത് കൃത്യമായി ചെയ്താൽ നിനക്ക് സ്വർഗപ്രവേശനവും നരകത്തിനെ തൊട്ടുള്ള അകൽച്ചയും ലഭിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ ഓക്കെ അല്ലേ ഹഫീസ? അതൊരു ഓക്കെ അല്ലേ? ഏതെങ്കിലും സംശയം ഉണ്ടോ? ഏതെങ്കിലും? ഓക്കെ. ഖാല, ഉമ്മ ഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ അദുല്ലുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, അലാ അബ്വാബിൽ ഖൈരി, നന്മയുടെ കവാടങ്ങളെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ. നന്മയുടെ കവാടങ്ങളെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ. എന്നിട്ട് പറഞ്ഞു, അസ്സൗമു, നോമ്പ് നോക്കൽ,
ജുന്നത്തുൻ അതൊരു പരിചയാണ്. തെറ്റായ കാര്യങ്ങൾ നമുക്ക് വന്നു ഭവിക്കുന്നതിനെ തൊട്ടുള്ള പരിചയാണ് നോമ്പ്. വസ്സദഖത്തു സ്വതക്ക ചെയ്യൽ തുത്ഫിഉ അത് കെടുത്തിക്കളയും അൽ ഖത്വിഅത ദോഷത്തിനെ കെടുത്തിക്കളയും, ദോഷമില്ലാതെയാണ്. ഇതുപോലെ കമാ യുത്ഫിഉൽ മാഉൻ നാറ വെള്ളം തീയിനെ കെടുത്തുന്നത് പോലെ, വെള്ളം ഒഴിച്ചാൽ തീ കെടുവല്ലോ, അതുപോലെ ദോഷമുള്ള ദോഷങ്ങളൊക്കെ കെടുത്തിക്കളയും സ്വതക്ക ചെയ്യലാണ്. അതുപോലെ വസ്വലാത്തുർ റജുലി ഒരാളുടെ നിസ്കാരമാണ് മിൻ ജൗഫിൽ ലൈലി രാത്രിയിൽ അർദ്ധരാത്രിയിലുള്ള നിസ്കാരം. അർദ്ധരാത്രിയിലുള്ള നിസ്കാരം അതായത് ഒന്നുറങ്ങി നീച്ചിട്ടുള്ള നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. ഇത് വലിയ നന്മകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ സുന്നത്ത് നോമ്പ് നോക്കുകയാണ്. ആ മാസത്തെ നോമ്പ് പിന്നെ എന്തായാലും പറഞ്ഞാണ് സ്വതക്ക കൊടുക്കുക. അതുപോലെ അർദ്ധരാത്രിയിൽ രാത്രിയിൽ എന്ത് ചെയ്യുക? നിസ്കരിക്കുക, എഴുന്നേറ്റ് നിസ്കരിക്കുക. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഇത് ചെയ്യുന്ന ആളുകൾക്ക് കവാടങ്ങൾ, നന്മയുടെ കവാടങ്ങൾ അവനക്ക് ലഭിക്കും, തുറക്കപ്പെടും. സുമ്മത്തല പിന്നെ നിബിധങ്ങൾ ഓതി തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. തതജാഫാ ജുനൂബുഹും അവരുടെ ശരീരങ്ങളെ ഉണർത്തുന്നു, അതായത് എഴുന്നേൽപ്പിക്കുന്നു. അനിൽ മളാജിഇ കിടപ്പിടങ്ങളിൽ നിന്ന്, കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ശരീരഭാഗങ്ങളെ എഴുന്നേൽപ്പിക്കുകയും. എങ്ങനെ, എന്തിനാണത് ചെയ്യുന്നത്? യദ്ഊന റബ്ബഹും അവരുടെ രക്ഷിതാവിനോട് ദുആ ചെയ്തുകൊണ്ട്, ഖൗഫൻ ഭയന്നുകൊണ്ടും ദുആ ചെയ്യുന്നു, വതമഅൻ ആശിച്ചുകൊണ്ടും. ഭയവുമുണ്ട് ആശയുമുണ്ട്. ഭയവും ആശയുമുണ്ട്, പ്രത്യാശയുമുണ്ട്. അങ്ങനെ അത് വരക്കണം. പേടിയും വേണം, എന്നാ പ്രതീക്ഷയും വേണം. വമിമ്മാ റസഖ്നാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ അവർ ചെലവഴിക്കുന്നു. അപ്പോൾ ഇത് സൂറത്തു സജ്ദയിലെ ആയത്താണ്. ഇന്നമാ യുഅ്മിനു ബി, ഇതിന്റെ മുമ്പത്തെ ആയത്ത് 15-ാമത്തെ ആയത്ത്, ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുമ്പോൾ അവർ സുജൂദിലായി വീഴുകയും തസ്ബീഹും ഹംദും അവർ ചൊല്ലുന്നു, അവർ അഹങ്കരിക്കുകയില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ. എന്നിട്ട് പറയാണ് അവർ എന്താവുകയും ചെയ്യും. അടുത്ത ആയത്താണ് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പേടിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും റബ്ബിനോട് ദുആ ചെയ്യുന്ന, ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് അവർ എഴുന്നേൽക്കുകയും ചെയ്യും. എന്നിട്ട് നാം നൽകിയതിൽ നിന്ന് അവർ ദാനം കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ബാക്കി പറയാം. ഫലാ തഅലമു നഫ്സുൻ ഒരാളും അറിയുകയില്ല, മാ ഉഖ്ഫിയ ലഹും അവർക്ക് വേണ്ടി മറച്ചു വെക്കപ്പെട്ടത്,
അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടത് എന്താണെന്ന് അവർക്ക് ഒരാൾക്കും അറിയാൻ പറ്റും. മിൻ ഖുർറത്തി അയ്യുനിൻ, കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങളാൽ. അവരെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക്, സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്കും രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്കും അഹങ്കാരമില്ലാത്ത ആളുകൾക്കും സുജൂദുകൾ ധാരാളം വർദ്ധിപ്പിക്കുന്ന ആളുകൾക്കുമൊക്കെ എന്താണോ രഹസ്യമാക്കി വെച്ചിട്ടുള്ളതെന്ന് ഒരാൾക്കും അറിയാൻ പറ്റൂല. മിൻ ഖുർറത്തി അയ്യുനിൻ, കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങളാൽ. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതിന് പ്രതിഫലമായി. അവർ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലമായി അവർക്ക് എന്താണോ കിട്ടുക എന്ന് അവർക്ക് എന്താൻ പറ്റൂല, അതിനെക്കുറിച്ച് ഒരാൾക്കും അറിയാൻ പറ്റൂല. അപ്പം അത്രയും വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെച്ചിട്ടുണ്ട് എന്ന ആയത്തോത്. ഓക്കെ അല്ലേ? ഉമ്മക്കാല, പിന്നെ നബിതങ്ങൾ പറഞ്ഞു, അലാ അറിയുക, ഉഖ്ബിറുക, ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ബിറഅ്സിൽ അംരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഅ്സുൽ അംർ അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഅമൂദിഹി, അതിൻ്റെ തൂണും, വദിർവത്തി അല്ലെങ്കിൽ ദുർവത്തി സനാമിഹി, സനാം എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിൻ്റെ പൂഞ്ഞക്കാണ് പറയുന്നത്, ഇരിക്കുന്ന ഭാഗത്തിൻ്റെ അവിടെ ഉണ്ടാവും പൂഞ്ഞ, അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഒക്കെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? കാര്യങ്ങളിൽ ഏറ്റവും വലുത് തല വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞു തരട്ടെ. വഅമൂദിഹി, അതിൻ്റെ തൂണിനെ കുറിച്ചും പറഞ്ഞു തരട്ടെ, അതിൻ്റെ ഉന്നതമായ സ്ഥാനത്തുള്ളതിനെ കുറിച്ചും പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അതെ പറഞ്ഞു തന്നോളൂ. കാലപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, റഅ്സുൽ അംരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ ഇസ്ലാമു, ഇസ്ലാമാണ്. ഇസ്ലാം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വഅമൂദുഹു, അതിൻ്റെ തൂണ്, അസ്വലാത്തു, നിസ്കാരമാണ്. ഇസ്ലാം ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളം അതിൻ്റെ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. വദുർവത്തു സനാമിഹി, ആ ഇസ്ലാമിൽ വെച്ച് ഏറ്റവും ഉന്നതമായ കാര്യം അൽ ജിഹാദു, ധർമ്മസമരം ചെയ്യലാണ്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ കാര്യം. സുമ്മകാല, പിന്നെയും പറഞ്ഞു, അലാ ഉഖ്ബിറുക ബിമിലാകി ദാലിക കുല്ലിഹി, ആ പറഞ്ഞത് മുഴുവൻ നിനക്ക് ലഭിക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഈ പറഞ്ഞത് മൊത്തം നിനക്ക് കിട്ടാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ പറഞ്ഞു തന്നോളൂ. ഫഅഖദ ബിലിസാനിഹി, നബിതങ്ങളുടെ നാവിനെ പിടിച്ചു. എന്നിട്ട് വഖാല, നബിതങ്ങൾ പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഈ നാവിനെ നീ തടഞ്ഞു വെച്ചോ. നാവിനെ സൂക്ഷിച്ചോ, നാവിനെ പിടിച്ചു വെച്ചോ എന്ന് പറഞ്ഞു. എന്നതൊക്കെ കിട്ടുമോ? ഖുൽതു യാ നബി അല്ലാഹ്, അപ്പോൾ ഞാൻ ചോദിച്ചു, നബിയെ, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ സംസാരിക്കുന്ന ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമോ? ചോദ്യം. നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ എടുത്ത് അള്ളാഹു ശിക്ഷിക്കുമോ? അപ്പൊ ഖാല, നബിതങ്ങൾ പറഞ്ഞു, സകിലത്തുക ഉമ്മുക യാ മുആദു, അതൊരു പ്രയോഗം ചില സ്ഥലത്ത് അല്ലേ.
അത് അറബികളുടെ ഒരു പതിവാണ്. ഇങ്ങനെ തെക്കിലെത്തുക്ക ഉമ്മുക്ക എന്ന് പറയും. ശ്രദ്ധിക്കാതിരിക്കുമ്പോഴേ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, എന്തെന്ന് തീരെ ശ്രദ്ധിക്കാത്തത്, എൻ്റെ ഉമ്മയും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക ശൈലിയാണ്. അപ്പോൾ അത് നബി തങ്ങൾ അവിടെ പ്രയോഗിച്ചതാണ്. അവരുടെ ഒരു ഭാഷാ ശൈലിയിൽ തെക്കിലെത്തുക്ക ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം, അതിൻ്റെ ബാഹ്യമായ അർത്ഥം ഉമ്മാക്ക് അപകടം പറ്റട്ടെ, അമ്മ അപകടം പറ്റിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ശരിക്കും. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശം. ഉമ്മ എന്തായിരിക്കും, അശ്രദ്ധ കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീയും അശ്രദ്ധ കാണിച്ചു എന്നുള്ള പറച്ചിൽ. അത് അവരുടെ ശൈലിയിലുള്ള ഒരു സംസാരമാണ്. വഹൽ യകുബുന്നാസ ഫിന്നാരി, ജനങ്ങളെ, ശ്രദ്ധിക്കണേ, ജനങ്ങളെ നരകത്തിൽ ആപ്പതിപ്പിക്കുകയില്ലേ, അലാ വുജൂഹിം, അവരുടെ മുഖത്തിൻ്റെ മേൽ, മുഖം കുത്തിയിട്ട് നരകത്തിലേക്ക് വീഴുക. ഔ ഖാല അലാ മനാഖിരിഹിം, മുഖം അവരുടെ തൊണ്ട് കുത്തി വീഴും, അവരെ അങ്ങനെ നരകത്തിലേക്ക് പതിപ്പിക്കുകയില്ലേ. ഇല്ലാ ഹസാഇദു അൽസിനത്തിഹിം, അവരുടെ നാവ് കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങൾ അല്ലാതെ. അപ്പം നാവ് കൊണ്ട് ചെയ്ത കാര്യങ്ങൾ അവരെ നരകത്തിലേക്ക് എത്തിക്കും. അത് നിനക്കറിയില്ലേ? അപ്പം പിന്നെ നമ്മൾ നാവ് സൂക്ഷിച്ചു വെക്കണ്ടേ, പിടിച്ചു വെക്കണ്ടേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നാസർ ഖാൻ, ഹഫീസ്, ബഷീർ ഖാൻ. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരു മനുഷ്യൻ എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് സ്വർഗത്തിൽ കടക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നരകത്തിനെ തൊട്ട് വിദൂരത്താകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ അതിന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ചോദിച്ചത് അദ്ദേഹം. അപ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും, നരകത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ കഴിയും. അത് നമ്മൾ ചെയ്യണം എന്നർത്ഥം. അതാണല്ലോ ഇപ്പോൾ ഇവിടെ പറഞ്ഞേ. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ രക്ഷപ്പെടാൻ ഉള്ള വഴികൾ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ അള്ളാഹു എളുപ്പമാക്കിയവർക്ക് അത് എളുപ്പമാണ്. അള്ളാഹു താല എളുപ്പമാക്കിയ ആളുകൾക്ക് അത് എളുപ്പമാണ്. അപ്പം അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ നന്മയിൽ തുടരുന്ന സമയത്ത് നന്മയിൽ തുടരണമെങ്കിൽ വേണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുപോലെ ഇസ്ലാം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു. ഫറലായ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്വതക്ക കൊടുക്കലും നോമ്പും രാത്രി നിസ്കാരമാണ്. കാരണം അതൊക്കെ രഹസ്യമാണ്. സ്വതക്ക കൊടുക്കലൊക്കെ രഹസ്യമാണ്. അതുപോലെ നോമ്പും ആരും അറിയില്ല, രാത്രി നിസ്കരിക്കണമെന്ന് ഒരു മനുഷ്യനറിയില്ല. അപ്പോൾ രഹസ്യമായ കാര്യങ്ങളാണ്. അത് അള്ളാഹുവിന് മാത്രമല്ലേ അറിയാൻ പറ്റൂ. അപ്പം അത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാകും. അതുപോലെ ഇസ്ലാമിൽ ജിഹാദിന് വളരെ വലിയ സ്ഥാനമുണ്ട്. നാവിന് ഭയങ്കര അപകടം ചെയ്യും എന്നൊക്കെ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നു. നരകത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കും. അപ്പോൾ അറിയുന്ന ആൾക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് മാത്രമല്ല മറുപടി പറയാം, കുറേ മറുപടി പറയാം എന്ന് ഇതിലൂടെ പഠിപ്പിക്കുന്നു. അറിയണം. ചോദ്യം ചോദിക്കുന്ന സമയത്ത് അറിയില്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഉത്തരം മാത്രമേ അറിയുമെങ്കിൽ അത് മാത്രം പറയാം. വിശദീകരണം കൊടുക്കണമെങ്കിൽ വിശദീകരണം കൊടുക്കാം എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കും. ഓക്കെ, 30-ാമത്തെ ഹദീസ്. ഹുദൂദുല്ലാഹി തആല വഹുറുമാതുഹു, അല്ലാഹു വെച്ച അതിരുകളും അല്ലാഹു വെച്ച
അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ. عن أبي ثعلبة الخشني جرثوم بن ناشر رضي الله عنه عن رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ഫറലാക്കിയിട്ടുണ്ട് ഫറായില, കുറേ ഫറലുകളെ. അതുകൊണ്ട് ഫലാ തുളയ്യുഹ, അതിനെ നീ പാഴാക്കി കളയരുത്, അതിനെ നീ എന്താക്കരുത്, പാഴാക്കരുത്. വഹദ്ദ ഹുദൂദൻ, ചില പരിധികൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ഫലാ തഅതദുഹ, നീ ആ പരിധി വിട്ട് കടക്കരുത്. വഹറമ അശിയാ, ചില കാര്യങ്ങളെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തൻതഹികുഹ, ആ ഹറാമുകളെ നീ മുറിച്ചു കടക്കരുത്. വസകത അൻ അശിയാ, ചില കാര്യങ്ങളെ അല്ലാഹു രഹസ്യമാക്കി വെച്ചിരിക്കുന്നു, അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് എന്തിനു വേണ്ടിയാണ്? റഹ്മത്തൻ ലക്കും, നിങ്ങളോട് കാരുണ്യം കാണിച്ചതിന് വേണ്ടി. വൈറ നിസ്യാൻ, മറന്നിട്ടല്ല, നിങ്ങളോട് കാരുണ്യം. നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത് അറിയേണ്ട കാര്യം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് ഫലാ തബ്ഹസു അൻഹാ, നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത്. ചിലത് ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അള്ളാഹു അതിനെക്കുറിച്ച് നമുക്കറിയാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് പറഞ്ഞുതരാറുണ്ട്. അതന്നെ നമുക്ക് അതിൽ ഖൈർ. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യരുത്. നോക്കാം, വിശദീകരണം നോക്കാം. ഒന്ന്, ഇസ്ലാമിൽ പ്രധാനമായും 4 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഫർളുകൾ, അത് നമ്മൾ പാഴാക്കി കളയരുത്. ഹറാമുകൾ, അത് നമ്മൾ ഒഴിവാക്കണം. പരിധികൾ, അത് നമ്മൾ വിട്ടുകടക്കരുത്. പിന്നെ ചിലത് മിണ്ടാതിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളെ ഇതിലെന്തായിട്ടുണ്ട്, ഈ ഹദീസിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മറ്റൊന്ന്, അള്ളാഹുവിനക്ക് മറവുണ്ടാവില്ല, അതാണ് വൈറ നിസ്യാൻ, മറന്നുകൊണ്ട് പറയാതിരുന്നാൽ. അള്ളാഹു നമ്മളോട് പറയാത്ത കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് ചെയ്ത് അടങ്ങേറുണ്ടാക്കണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അത് ചെയ്യുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അല്ലാതെ കുറേ പ്രയാസമുണ്ടാക്കുന്ന കുറേ ചിന്തകളും കുറേ ആശയങ്ങളും കൊണ്ടുവന്ന് നമ്മൾ പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഇസ്ലാം എന്തായിട്ടുണ്ട്, വ്യത്യസ്ത കാലഘട്ടങ്ങളായി കുറേ കാലം ആയാലും പല പല കാലത്തും നിലനിൽക്കും, എന്നും നിലനിൽക്കും, ലോകാവസാനം വരെ നിലനിൽക്കും. ഇസ്ലാമിൻ്റെ ശരീഅത്ത്, മതനിയമങ്ങൾ പൂർണ്ണമാണ് എന്നും ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്ന അറിവില്ലാത്തത് കൊണ്ടുള്ള ചില ഭാഗങ്ങളുണ്ടാവും, അതിലൊന്നും നമ്മളെന്താവാൻ പാടില്ല, പെട്ടുപോകാൻ പാടില്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം. അത്തരം വീഡിയോകളോ മറ്റോ ഒന്നും നമ്മുടെ വാളിൽ ഉണ്ടാവരുത്. അപ്പോൾ ഇസ്ലാം പൂർണ്ണമാണ്. ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവാം, ആ സംശയങ്ങളൊക്കെ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി അറിയേണ്ടതാണെങ്കിൽ അതിനെക്കുറിച്ച് പറയും. അല്ലാത്തത് നേരത്തെ മസ്കൂത്തുൻ അനുഭവമായ ചില ഗോപ്യമായി വെക്കേണ്ട ചില കാര്യങ്ങൾ, അത് ചർച്ച ചെയ്യരുത്. അതിനെക്കുറിച്ച്, റൂഹിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യരുത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ നബി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കുറേ കാര്യങ്ങൾ ചോദിക്കരുത്, അത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ദോഷം ചെയ്യുമെന്ന് ആയത്തിൽ തന്നെ പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഹലാലായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ,
നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, വിവരം കിട്ടിയിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും സ്വഹാബത്ത് നബി തങ്ങളുടെ ചര്യയിൽ നിന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. കൂടുതൽ കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന ചർച്ചകളിലേക്ക് നമ്മൾ പോകാതിരിക്കുക. നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചതാണല്ലോ. അപ്പോൾ നമ്മളെക്കാളും വലിയ ആളാണല്ലോ പടച്ചോൻ മനസ്സിലാക്കിയ അത്ര അറിവ് നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് കിട്ടും. നമ്മളെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ അറിവിനെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പോൾ ചില പോരായ്മകൾ, അപര്യാപ്തതകൾ, കുറവുകൾ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. എല്ലാം എനിക്ക് കഴിയും എന്ന് ഒരാൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ അവൻ്റെ പരാജയം ആരംഭിച്ചു. അപ്പോൾ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അള്ളാഹു വെച്ച പരിധി നമ്മൾ വിട്ടുകിടക്കരുത്. നിർബന്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയും ചെയ്ത് അത് നിർബന്ധമായി ചെയ്യുകയും വേണം എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫർളുണ്ട്, ഹറാമുണ്ട്, ചില പരിധികളുണ്ട്, ചിലത് മിണ്ടാതിരുന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഹലാലായതാണ്. അപ്പം നമ്മൾ ചോദിക്കുക, അതെന്താ ഹലാല്, അതെന്താ ഹറാമാവായിരുന്നു, ഇത് ഹറാമല്ലേ, അപ്പം എന്താ അത് ഹറാമാവായിരുന്നു. അങ്ങനെ ചോദിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ ചിലപ്പോൾ പുറത്തു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? മൂന്ന് ഹദീസുകളാണ്. ഇത് കുറച്ച് വലിയൊരു ഹദീസ് ആയതുകൊണ്ടാണ് കുറച്ച് അതായത് നമ്മൾ ഇത് ഒന്നുകൂടി കേൾക്കാൻ പറ്റുന്നവർ കേൾക്കണം, റെക്കോർഡ് കേൾക്കണം, നല്ലപോലെ മനസ്സിലാക്കണം. ഇതിൽ സംശയം ഉണ്ടോ ബഷീർക്ക? അപ്പോൾ ഇന്ന് ചെയ്യുന്നവരായിരിക്കും ഇന്ന് സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറ്റുകയാണെങ്കിൽ നാളെ തിങ്കളാഴ്ചയാണെങ്കിൽ ഒരു സുന്നത്ത് നോമ്പ് നോക്കുക. എന്തെങ്കിലും ഒരു സ്വതക്ക നമ്മൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, സ്വതക്ക കൊടുക്കലായി, നോമ്പ് നോക്കലായി, അതുപോലെ രാത്രി നിസ്കാരമായി. ഇൻഷാ അല്ലാഹ് റെഡിയല്ലേ? നാസർക്ക് ഓക്കെയാണ്. ആരാ? ഹഫീസ് ഓക്കെ അല്ല. ഓക്കെ ബഷീർക്ക പിന്നെ വിദേശത്തായതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. നിർബന്ധം പറയുന്ന ഒരിക്കൽ നബി തങ്ങളൊരു വിഷയം ചോദിച്ചു, ഇന്ന് ആരാണ് നോമ്പ് നോറ്റത്? ഞാൻ എന്ന് പറഞ്ഞു. അബൂബക്കർ പറഞ്ഞു. ഇന്ന് ആരാണ് ഒരു ജനാദ സംസ്കാരത്തിൽ പങ്കെടുത്തത്? അതും ഞാൻ. ഇന്ന് ആരാണ് ഒരാൾ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തത്? അതും ഞാൻ. പിന്നെ ഒരു കാര്യം കേട്ടില്ല. ഒന്ന്, നാല് കാര്യം. പാവപ്പെട്ടവരെ സഹായിച്ചത് ഞാൻ നോക്കിയിട്ടൊന്ന് ഉറപ്പുവരുത്തിയിട്ട് പറയാം. അപ്പോൾ ഇത് നാല് കാര്യങ്ങൾക്കും മറുപടി സിദ്ദീഖുകളാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ സ്വർഗാവകാശിയാണ്, സ്വർഗത്തിൽ കിടക്കുന്ന ആളാണ് എന്ന് ഞങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യണം. ഇന്ന് നമ്മൾ പഠിച്ച 3 ചെയ്താൽ മതി. മറ്റേത് ഞാൻ പറയാം. നാളെ ഇൻഷാ അല്ലാഹ് ഒരു തഹജ്ജുദ് നിസ്കരിക്കാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക.
അതുപോലെ ഒരു സ്വതക്ക എന്തെങ്കിലും ചെയ്യുക, അതോടൊപ്പം നോമ്പ് നോക്കുകയും ചെയ്യുക. അപ്പോൾ അത് വളരെ വലിയ പുണ്യകരമായ ഒരു കാര്യമാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ നാളെ പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാം. നമ്മൾ പഠിക്കുന്നത് ചെയ്യണമല്ലോ, ജീവിതത്തിൽ എന്ത് ചെയ്യണം? ചെയ്യണം, പകർത്തണം. അപ്പോൾ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുന്നതാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. إن شاء الله. السلام عليكم ورحمة الله وبركاته.